2026 കുഞ്ചൻ നമ്പ്യാർ അവാർഡിന് പ്രശസ്ത ഓടംതുള്ളൽ കലാകാരനായ കുറിച്ചിത്താനം ജയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഗിന്നസ് റെക്കോർഡടക്കം 8ഓളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കുറിച്ചിത്താനം ജയകുമാർ സവിശേഷതകളുള്ള അവതരണ ശൈലിയിലൂടെ ശ്രദ്ധേയനായ കലാകാരനാണ്. ജയകുമാറിന്റെ പിതാവും ഗുരുവും പ്രശസ്ത കലാകാരനുമായിരുന്ന കലാമണ്ഡം ജനാർദ്ദനും 19 വർഷം മുമ്പ് കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയിരുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകവും കേരള സാംസ്കാരിക വകുപ്പും ചേർന്ന് ഓട്ടൻതുള്ളൽ കലാകാരന്മാർക്ക് നൽകുന്ന കുഞ്ചൻ അവാർഡാണ് കുറിച്ചിത്താനം ജയകുമാറിന് ലഭിക്കുന്നത്. 35 വർഷത്തിലേറെ കാലമായി തുള്ളൽ രംഗത്ത് പ്രവർത്തിച്ച് കലാരംഗത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് 5-ന് കുഞ്ചൻ ദിനത്തിൽ ലക്കിടിയിൽ നടക്കുന്ന ചടങ്ങിൽ ജയകുമാറിന് സമ്മാനിക്കും. ഓട്ടൻതുള്ളൽ കലാരംഗത്ത് സവിശേഷമായ അവതരണ ശൈലിയുടെ ശ്രദ്ധേയനായ അന്തരിച്ച കലാമണ്ഡലം ജനാർദ്ദനന്റെ പുത്രനാണ് കുറിച്ചിത്താനം ജയകുമാർ. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഓട്ടൻതുള്ളലിനെ ജനകീയമാക്കി ഹാസ്യരസം കലർന്ന അവതരണത്തിലൂടെ ആസ്വാദകരുടെ അംഗീകാരം നേടിയ ജയകുമാർ തുള്ളൽ രംഗത്ത് ഗിന്നസ് റെക്കോർഡിനും ഉടമയാണ്. പ്രധാനപ്പെട്ട 8ഓളം അവാർഡുകളാണ് ജയകുമാർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് തനിക്ക് പ്രചോദനമാകുന്നതെന്ന് ജയകുമാർ അഭിപ്രായപ്പെട്ടു. ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആത്മാഭിമാനത്തോടു കൂടി അച്ഛൻ നയിച്ചു തന്ന പാതയിൽ കൂടി സഞ്ചരിക്കാനും അച്ഛൻ മേടിച്ച അവാർഡ് അതേ അളവിൽ തന്നെ എനിക്ക് വാങ്ങിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ തനിമ നിലനിർത്തി ജനകീയ കലാരൂപമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മികച്ച പങ്ക് വഹിക്കുന്ന കുറിച്ചിത്താനം ജയകുമാറിൻ്റെ തുള്ളൽ അവതരണം ഇഷ്ടപ്പെടുന്ന കലാസ്വാദകരേറെയാണ്. ഈ ഒരു 65-70 വയസ്സിന് ശേഷം പിന്നെ പൊതുവേദികളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആ കലാകാരൻ എത്തിപ്പിടിയില്ല. അല്ലെങ്കിൽ തൻ്റെ നല്ല സമയത്ത് ഒരു അവാർഡുകൾ ലഭിക്കുകയാണെങ്കിൽ അതൊരു പ്രചോദനമാക്കി മുമ്പിലേക്ക് കൊണ്ടുപോകാനും ആ കലയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുവാനും ഈ കലാകാരനും സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്രത്തോളം നന്നാക്കി ഇറക്കാൻ സാധിക്കുമോ അതെല്ലാം ആ കലാകാരന് ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ്, ചെറുപ്പക്കാരെ കൂടി ഈ അവാർഡുകൾക്കൊക്കെ പരിഗണിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രമുഖ ക്ഷേത്രോത്സവങ്ങളിൽ ജയകുമാറിൻ്റെ തുള്ളൽ അവതരണം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. 19 വർഷം മുൻപ് അച്ഛൻ കലാമണ്ഡലം ജനാർദ്ദനന് കുഞ്ചൻ അവാർഡ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ജയകുമാറിനും ഈ അവാർഡ് ലഭിച്ചതോടെ അച്ഛനും മകനും കുഞ്ചൻ അവാർഡ് നേടുകയെന്ന അസുലഭ ബഹുമതിക്കും അർഹമാകാൻ കഴിഞ്ഞതായി ജയകുമാർ പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുള്ളൽ കലാകാരൻ വാങ്ങിയ അവാർഡ്, അതും തുള്ളലിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ പേരിലുള്ള കുഞ്ചൻ അവാർഡ്. ആ അവാർഡ് ലഭിച്ച അച്ഛൻ്റെ അതേ അവാർഡ് 19 വർഷങ്ങൾക്ക് ശേഷം എനിക്കും ലഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്നേ വരെ അങ്ങനൊരു ചരിത്രം ഇല്ല. ജയകുമാറിൻ്റെ മക്കളായ ശബരിനാഥനും സ്വാമിനാഥനും ഓട്ടൻതുള്ളൽ രംഗത്ത് മികവ് പുലർത്തി സംസ്ഥാന കലോത്സവങ്ങളിൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓട്ടൻതുള്ളലിൽ തലമുറകളുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ച് യുവജനോത്സവങ്ങളിൽ തിളങ്ങുന്നതിന് അവസരമൊരുക്കുകയാണ് ജയകുമാർ. നമ്പ്യാർ ഉദ്ദേശിക്കുന്ന ആ വരികളിലെ അർത്ഥം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ തുള്ളൽ കല കാണുകയും അതിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നിന്ദിക്കുകയോ ചെയ്തു വരുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി തുള്ളൽ എന്താണെന്നും തുള്ളൽ എങ്ങനെയാണെന്നും ഇതിൻ്റെ അർത്ഥം എന്താണെന്നും ഈ കുട്ടികൾ മനസ്സിലാക്കി വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അത് മനസ്സിലാക്കിക്കാൻ സ്കൂൾ തലം മുതൽ വേണ്ട പ്രോത്സാഹനം അധ്യാപകരും നൽകണം എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട്. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തെ കൂടുതൽ മികവോടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ജയകുമാർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നത്. അവാർഡുകൾ മികവിൻ്റെ അംഗീകാരമാവുമ്പോൾ തുള്ളലിൻ്റെ പാഠങ്ങൾ അഭ്യസിപ്പിച്ച പിതാവിനും ഗുരുക്കന്മാർക്കും പിന്തുണ നൽകുന്ന കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം തനിക്ക് ലഭിച്ച അവാർഡ് സമർപ്പിച്ച് പുതിയ വേദികളിൽ കഥകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗിന്നസ് ജയകുമാർ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.